ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഈസി ആൻഡ് ക്വിക്ക് ആയിട്ടുള്ളൊരു ക്രിസ്മസ് ട്രീ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ടത് ചാർട്ട് പേപ്പറാണ്. ഇഷ്ടമുള്ള കളറിലുള്ളൊരു ചാർട്ട് പേപ്പർ എടുക്കുക. അളവ് ഞാനിതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അത് നീളത്തിൽ ഈക്വൽ ഹാഫായിട്ട് ഈ രീതിയിലൊന്ന് മടക്കി കൊടുക്കാം. ഇനി അതിൻ്റെ മടക്കുള്ള ഭാഗത്ത് മുകളിലായിട്ട് സ്റ്റാറിൻ്റെ ഒരു ഹാഫ് പോർഷൻ വരച്ച് കൊടുക്കാം. ശേഷം സ്റ്റാറിൻ്റെ താഴേന്ന് ചെരിച്ച് ഇതേപോലൊരു ലൈൻ വരച്ച് കൊടുക്കാം. ഇനി 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഒരു ലൈൻ കൂടി വരച്ചു കൊടുക്കാം. എന്നിട്ട് മടക്കുള്ള ഭാഗത്ത് മുകളിൽ നിന്ന് താഴേക്ക് 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഓരോ 1 സെൻറ്റിമീറ്ററിലും ഓരോ ഡോട്ട് ഇട്ട് കൊടുക്കുക. ഇട്ടിട്ട് കഴിഞ്ഞതിന് ശേഷം താഴേന്ന് മുകളിലേക്കാണ് നമ്മളിനി വരച്ചു കൊടുക്കുന്നത്. താഴേന്ന് നമ്മൾ വരച്ച സെക്കൻഡ് ലൈനിലേക്കായിട്ട് ഇതേപോലെ വരച്ചു കൊടുക്കാം. എല്ലാം വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. ഇനി സിസർ ഉപയോഗിച്ച് താഴത്തെ ആ ഒരു ലൈൻ മാത്രം കട്ട് ചെയ്ത് കളയാം. അതിനുശേഷം നമ്മൾ വരച്ചിരിക്കുന്ന ഔട്ടർ ലൈനും അതേപോലെ തന്നെ സ്റ്റാറും അതേ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. സ്റ്റാറിൻ്റെ പോർഷൻ കട്ട് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് കട്ട് ചെയ്യുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ വരച്ച ഓരോ ഹൊറിസോണ്ടൽ ലൈനും ഇതേ രീതിയിൽ തന്നെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യുന്ന സമയത്ത് ബോർഡർ ലൈനിൻ്റെ അവിടെ വരെ മാത്രം കട്ട് ചെയ്യാം. ഇനി മടങ്ങിയ പേപ്പർ നിവർത്തി കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു രീതിയിലായിരിക്കും കിട്ടുക. അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഒന്നിടവിട്ടിട്ട് ഇതേപോലെ ഫ്രണ്ടിലേക്കും ബാക്കിലോട്ടുമായിട്ട് ഓരോ പേപ്പറും നമ്മൾ കട്ട് ചെയ്ത ഓരോ പീസ് പേപ്പറും ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. ഈസി ആൻഡ് ക്വിക്കായിട്ട് ചെയ്തെടുത്തതാണ് നമ്മൾ ഈ 3D ക്രിസ്മസ് ട്രീ. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇതുപോലെയുള്ള കുട്ടി അടിപൊളി വീഡിയോസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.